വലിപ്പം കൊണ്ട് കേരളത്തിലെ രണ്ടാമത്തേതും കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതുമായ കായലാണ് അഷ്ടമുടി കായൽ. ഇതിൻ്റെ ആകൃതി പനയാകൃതി അഥവാ ഒക്ടോപ്പസിൻ്റെ ആകൃതി ആണ്. ഇതിൻ്റെ വിസ്തീർണം 61.4 കിലോമീറ്റർ സ്ക്വയറും ആഴം 6.4 മീറ്ററും ആണ്. ഇതിന് 8 ശാഖകളാണ് ഉള്ളത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നും ഈ കായലിനെ വിശേഷിപ്പിക്കുന്നു. റംസാർ ഉടമ്പടി പ്രകാരം അന്തർദേശീയ പ്രാധാന്യമുള്ള നീർത്തടങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് ചരിത്ര പ്രാധാന്യമുള്ള തുറമുഖ നഗരമായ കൊല്ലം സ്ഥിതി ചെയ്യുന്നത്. മൺട്രോ തുരുത്ത്, ചവറ എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിൽ ആണ്. നീണ്ടകര അഴിമുഖം ഈ കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. തിരുനെല്ലൂർ കരുണാകരൻ്റെ പല കവിതകളുടെയും ഇതിവൃത്തം അഷ്ടമുടി കായൽ ആണ്. ഏറ്റവും വലിയ തീവണ്ടി അപകടമായ പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടി കായലിൽ ആണ്. 1988 ജൂലൈ 8 ഇത് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് ഇവിടെ നിന്നും ആയിരുന്നു. അഷ്ടമുടി കായലിൻ്റെ 8 മുടികൾ ആണ് തേവള്ളി കായൽ, കണ്ടച്ചിറ കായൽ, കുരീപ്പുഴ കായൽ, തെക്കുംഭാഗം കായൽ, കല്ലട കായൽ, പെരുമൺ കായൽ, കുമ്പളത്ത് കായൽ, കാഞ്ഞിരോട്ട് കായൽ എന്നിവ. ഇതിൽ കല്ലട കായലിലാണ് മൺട്രോ തുരുത്ത്, പട്ടം തുരുത്ത്, നീണ്ടും തുരുത്ത് എന്നിവ സ്ഥിതി ചെയ്യുന്നത്. പെരുമണ്ണിനും പള്ളിയാം തുരുത്തിനും ഇടയിലുള്ള ഭാഗമാണ് പെരുമൺ കായൽ. പെരുമൺ ദുരന്തം നടന്നത് ഇവിടെയാണ്. കായലിൻ്റെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ് കാഞ്ഞിരോട്ട് കായൽ. കുണ്ടറയ്ക്ക് പടിഞ്ഞാറുള്ള ഭാഗമാണ് ഇത്.